ഗുരുപാദായ കൃഷ്ണപ്രേഷ്ഠായ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 9. സൃഷ്ടിശക്തിക്ക് വേണ്ടി ബ്രഹ്മാവിന്റെ പ്രാർത്ഥന. ശ്ലോകം 3. നാദാ പരം പരമയത് ഭഗവത് സ്വരൂപം ആനന്ദമാത്രം അവികൽപ അവിദ്ധവർച്ച പശ്യാമി വിശ്വ സൃജമേകം അവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകം അധസ്ഥ ഉപാശ്രിതോസ്മി. നാദാ പരം പരമയത് ഭഗവത് സ്വരൂപ ഭഗവത് സ്വരൂപം ആനന്ദമാത്രം അവികൽപ അവിദ്ധവർച്ച പശ്യാമി വിശ്വസൃജമേകം അവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകമധസ്ഥ ഉപാശ്രിതോസ്മി. നാദാ പരം പരമയത് ഭഗവത് സ്വരൂപം ആനന്ദമാത്രം അവികൽപമവിദ്ധവർച്ച പശ്യാമി വിശ്വസൃജമേകം അവിശ്വമാത്മൻ ഭൂതേന്ദ്രിയാത്മകം അധസ്ഥ ഉപാശ്രിതോസ്മി. അരുത് അധപരം ഇതിനുശേഷം പരമ ഓ പരമോന്നതനെ യത് അത് ഏത് ഭവതഃ അങ്ങയുടെ ഭഗവത് പദം സ്വരൂപം ഭഗവത അങ്ങയുടെ ഭഗവത് പദം സ്വരൂപം അനശ്വര രൂപം ആനന്ദ മാത്രം നിർവ്യക്തിഗത ബ്രഹ്മപ്രകാശം അവികൽപ്പം മാറ്റമില്ലാതെ അവിദ്യ വർച്ച ശക്തി ക്ഷയം കൂടാതെ പശ്യാമി ഞാൻ കാണട്ടെ വിശ്വസൃജം ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഏകം ഒരു ക്ഷണം പോലും ഒഴിഞ്ഞു നിൽക്കാത്ത അവിശ്വം എങ്കിലും പദാർത്ഥത്തിന് വേണ്ടിയല്ലാതെ ഓ പരമകാരണമേ ഭൂത ശരീരം ഇന്ദ്രിയങ്ങൾ ആത്മക അത്തരം തിരിച്ചറിവിൽ മദഃ അഹങ്കാരം തേ അങ്ങേക്കായി ഉപാശ്രിത കീഴടങ്ങി അസ്മി ഞാനാകുന്നു. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ ഭഗവാനെ ശാശ്വത മഹത്വത്തിന്റെ ജ്ഞാനത്തിൻ്റെതുമായ അങ്ങയുടെ ഇപ്പോഴത്തെ രൂപത്തിന് ഉപരിയായ ഒരു രൂപവും ഞാൻ ദർശിച്ചിട്ടില്ല. ആത്മീയ ആകാശത്തിലുള്ള അങ്ങയുടെ നിർവ്യക്തിഗത ബ്രഹ്മജ്യോതിസിൽ കാലികമായ മാറ്റങ്ങളോ ആന്തരിക ശക്തിയുടെ അധപതനമോ ഇല്ല. ഭൗതിക ലോകത്തിന്റെ സാക്ഷാത്കാരത്തിന് നിദാനം അങ്ങയുടെ ഭഗവത് പദമായിട്ടും പദാർത്ഥങ്ങളാൽ സ്പർശിക്കപ്പെടാത്ത അങ്ങയ്ക്ക് കീഴടങ്ങുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ ഭൗതിക ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും അഭിമാനം കൊള്ളുന്നു. ഭാവാർത്ഥമായി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവത്ഗീത 18:55 പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഭക്ത്യാ മാമഭിജാനാതി യാവാന്യച്ഛാസ്മി തത്വതഃ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഭാഗികമായി മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതും ഭക്തിയുത സേവന പ്രക്രിയയിലൂടെ മാത്രവും. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണന് ജ്ഞാനത്തിന്റെ മഹത്വപൂർണങ്ങളായ അനവധി അനശ്വര രൂപങ്ങളുണ്ടെന്ന് ബ്രഹ്മദേവന് അറിയാൻ കഴിഞ്ഞു. പരമോന്നതനായ ഭഗവാന്റെ അത്തരം വിസ്തരണങ്ങളെ അദ്ദേഹം തന്റെ ബ്രഹ്മസംഹിതയിൽ ഗോവിന്ദൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. താഴെ പറയും പോലെ അദ്വൈതമച്യുതമനാദിമനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭമാത്മഭക്തോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി.
അദ്വൈനും അപ്രമാദിത്വനുമായ പരമോന്നത ഭഗവാൻ ഗോവിന്ദനെ ഞാൻ ആരാധിക്കുന്നു. പല പല രൂപങ്ങളിലും വിസ്തരിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം എല്ലാ കാരണങ്ങളുടെയും മൂലകാരണമാകുന്നു. അദ്ദേഹം ഏറ്റവും പഴയ വ്യക്തിത്വമാണെങ്കിലും വാർദ്ധക്യം ബാധിക്കാത്ത നിത്യയൗവനമാണ്. വേദങ്ങളിലെ പാണ്ഡിത്യ വിവേകത്താൽ അദ്ദേഹത്തെ അറിയുക അസാധ്യമാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ ഭക്തനെ സമീപിക്കണം. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനം അഥവാ ഭഗവാൻ എപ്പോഴും ഹൃദയത്തിലുള്ള ഭക്തനെ സമീപിക്കൽ മാത്രമാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാനുള്ള മാർഗം. സർവ വ്യക്തിക ബ്രഹ്മജ്യോതി ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഭാഗിക പ്രാതിനിധ്യം മാത്രമാണ്. ഭൗതിക സൃഷ്ടിയിലെ 3 പുരുഷ വിസ്തരണങ്ങൾ അദ്ദേഹത്തിന്റെ സമഗ്ര ഭാഗങ്ങളാണെന്നും ഭക്തി ഉപാസനയുടെ പരിപൂർണതയാൽ ഒരുവന് മനസ്സിലാക്കാൻ കഴിയും. ബ്രഹ്മജ്യോതിസിന്റെ ആത്മീയ ആകാശത്തിൽ കൽപ്പങ്ങളുടെ അഥവാ യുഗങ്ങളുടെ പരിണാമങ്ങളും വൈകുണ്ഠ ലോകങ്ങളിൽ സൃഷ്ടി പ്രവർത്തനങ്ങളോ ഇല്ല. കാലത്തിന്റെ അഭാവത്താൽ അതിന്റെ സ്വാധീനം ശ്രദ്ധേയമാകുന്നു. ഭൗതിക ശക്തിയുടെ സ്വാധീനത്താൽ ക്ഷയം ഭവിക്കുന്നതല്ല ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൽ നിന്നുള്ള രശ്മികൾ അല്ലെങ്കിൽ ബ്രഹ്മജ്യോതി. ഭൗതിക ലോകത്തിലും ഭഗവാൻ തന്നെയാണ് പ്രാരംഭ സൃഷ്ടാവ്. അനന്തരം സൃഷ്ടികൾക്ക് ഭഗവാനാൽ അധികാരപ്പെടുത്തപ്പെട്ട ബ്രഹ്മദേവന്റെ സൃഷ്ടാവ് ഭഗവാനാകുന്നു. ശ്ലോകം 4. തദ്വാ ഇദം ഭുവന മംഗളമംഗളായ ധ്യാനേസ്മനോ ദർശിതം ത ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേ അനുവിധേമ തൂഫ്യം യോനുധൃതോ നരകഭാഗ്ഫീർ അസത്പ്രസംഗേ യദ്വാ ഇദം ഭുവന മംഗളായ ധ്യാനേസ്മനോ ദർശിതം ത ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേ അനുവിധേമ തൂഫ്യം ഏനാധൃതോ നരകഭാഗ്ഫീർ അസത്പ്രസംഗേ യദ്വാ ഇദം ഭുവന മംഗളായ ധ്യാനേസ്മനോ ദർശിതം ത ഉപാസകാനാം തസ്മൈ നമോ ഭഗവതേ അനുവിധേമ തൂഫ്യം യോനാധൃതോ നരകഭാഗ്ഫീർ അസത്പ്രസംഗേ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വാ അല്ലെങ്കിൽ ഇതം ഇപ്പോഴത്തെ ഈ രൂപം ഭുവനമംഗള ഓ സമസ്ത ലോകങ്ങളുടെയും എല്ലാ ശുഭകാരകനുമായ അങ്ങ് മംഗളായ എല്ലാ മംഗളങ്ങളുടെയും പ്രാപ്തിക്കായി ധ്യാനത്തിൽ സ്മ അത് ആയിരുന്നത് പോലെ നഹ ഞങ്ങൾക്കായി ദർശിതം സാക്ഷാത്കരിച്ചു തേ അങ്ങയുടെ ഉപാസകാന ഭക്തന്മാരുടെ തസ്മൈ അദ്ദേഹത്തിനായി നമ എന്റെ ആദരണീയ പ്രണാമങ്ങൾ ഭഗവതേ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് വേണ്ടി അനുവിധേന ഞാൻ അവതരിപ്പിക്കുന്നു. തുഭ്യം അങ്ങേക്കായി യഹ ഏത് അനാദൃത് അവഗണിക്കപ്പെട്ടു നരകഭാഗ്ഫി നരകം വിധിക്കപ്പെട്ടവരാൽ അസത് പ്രസംഗി ഭൗതിക വിഷയങ്ങളാൽ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇപ്പോഴത്തെ രൂപമോ ഏതെങ്കിലും അതീന്ദ്രിയ വിസ്തര രൂപമോ എല്ലാം എല്ലാ ലോകങ്ങൾക്കും ഒരുപോലെ തുല്യ ശുഭകരങ്ങളാണ്. ഈ ശാശ്വത രൂപം അങ്ങയാൽ സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ മുതൽ അങ്ങയുടെ ഭക്തന്മാരാൽ ധ്യാനിക്കപ്പെടുന്നതാകയാൽ ഞാൻ അങ്ങേക്കായി എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. നരകത്തിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവർ ഭൗതിക വിഷയങ്ങളിൽ ഊഹാപോഹിച്ചു കിടക്കുന്നതിനാൽ അങ്ങയുടെ വ്യക്തിരൂപത്തെ അവഗണിക്കുന്നു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജി. ആത്യന്തികമായ പരമ സത്യത്തിന്റെ വ്യക്തികവും നിർവ്യക്തികവുമായ ഘടകങ്ങളെ സംബന്ധിച്ച് ഭഗവാന്റെ സമ്പൂർണ്ണ വിസ്തരണങ്ങളുടെ ഭാഗമായുള്ള വ്യക്തിക രൂപങ്ങളെല്ലാം സമസ്ത ലോകങ്ങളുടെയും പ്രയോജനത്തിന് വേണ്ടിയാണ്. ഭഗവാന്റെ വ്യക്തിരൂപം പരമാത്മ രൂപത്തിലും
ധ്യാനത്തിൽ ആരാധിക്കപ്പെടുന്നു. പക്ഷേ നിർവ്യക്തിക രൂപമായ ബ്രഹ്മജ്യോതി ആരാധിക്കപ്പെടുന്നില്ല. ഭഗവാന്റെ നിർവ്യക്തിക ഘടകത്തിന് ധ്യാനത്തിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ അടിമകളായിട്ടുള്ള വ്യക്തികൾ നരകത്തിലേക്കുള്ള തീർത്ഥാടകരാണ്. ഭഗവത്ഗീത 12:5 പറയുന്നു, നിർവ്യക്തികവാദികൾ മാനസിക അഭ്യൂഹങ്ങൾക്ക് വേണ്ടി അവരുടെ സമയം പാഴാക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ യാഥാർത്ഥ്യത്തെക്കാൾ മിഥ്യയായ വാദപ്രതിവാദങ്ങൾക്ക് അടിമകളാകുന്നു. അതുകൊണ്ട് നിർവ്യക്തികവാദികളുമായുള്ള സഹവാസത്തെ ബ്രഹ്മദേവൻ ഇങ്ങനെ അപലപിക്കുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സമ്പൂർണ്ണ വികസനങ്ങളെല്ലാം തുല്യ പ്രാധാന്യമുള്ളവയാണെന്ന് ബ്രഹ്മസംഹിത 5:46 പറയുന്നു. ദീപാർച്ചിത ഏവ ഹി ദശാന്തരം അഭ്യുപേദ്യ ദീപായ ദേവി വൃതഹേതു സമാനധർമ്മ യസ്താദൃക് ഏവ ഹി ച വിഷ്ണുതയാ വിഭാതി ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അഗ്നിയുടെ ജ്വാല ഒന്നിനു പിന്നാലെ ഒന്നായി വികസിക്കുന്നത് പോലെ ഭഗവാൻ സ്വയം വികസിക്കുന്നു. യഥാർത്ഥ ജ്വാലയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ ഗോവിന്ദനായി അംഗീകരിക്കപ്പെടുമ്പോൾ രാമൻ, നരസിംഹം, വരാഹം തുടങ്ങിയ യഥാർത്ഥ ഭഗവാന്റെ ശക്തികൾ മാത്രമാകുന്നു. അത്തരം വികസിത രൂപങ്ങളെല്ലാം അതീന്ദ്രിയങ്ങളാണ്. പരമസത്യം ഭൗതിക സ്പർശത്താൽ ബദ്ധമാകില്ലെന്ന് ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രാരംഭത്തിലെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഭഗവാന്റെ അതീന്ദ്രിയ രാജധാനിയിൽ വാക്കുകളുടെയോ പ്രവർത്തികളുടെയോ ജാലവിദ്യകളില്ല. ഭഗവാന്റെ എല്ലാ രൂപങ്ങളും അതീന്ദ്രിയങ്ങളും ശാശ്വതവുമായ വ്യക്തിത്വമുള്ളവയുമാകുന്നു. ഒരു ഭക്തന് ലഭിക്കുന്ന ഭഗവാന്റെ പ്രത്യേക രൂപദർശനം നിർവ്യക്തികവാദികൾ മടയത്തരത്തിൽ പരിഗണിക്കുന്നത് പോലെ ഭൗതിക ശക്തിയുടെ സ്വാധീനത്താൽ ആവിഷ്കരിക്കുന്നതോ അല്ല. ഒരു ഭക്തൻ മനസ്സിൽ ഭൗതികമായ ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ അതീന്ദ്രിയ രൂപങ്ങളെ ഭൗതിക ലോകത്തിന്റെ ഉൽപ്പന്നങ്ങളായി പരിഗണിക്കുന്ന നിർവ്യക്തികവാദികൾ നിശ്ചയമായും നരകത്തിൽ നിശ്ചയിക്കപ്പെട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഇന്ന് കണ്ടന്റ് പറയുന്നത് ശ്രീലേഖ മാതാജിയാണ്. എന്നാൽ ഞാൻ ചെറുതായിട്ട് ഒന്ന് വായിച്ചിരുന്ന് പറയാം. ശ്ലോകം 4 പറയുന്ന ഇത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ കണ്ടതിന് ശേഷം ഭഗവാൻ ആരാണെന്നും ബ്രഹ്മദേവൻ സ്വയം താൻ ആരാണെന്നും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ബ്രഹ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. തൻ്റെ സേവനമായ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനെ കണ്ട പരമദിവ്യോത്തമ പുരുഷനെ കണ്ട ബ്രഹ്മദേവൻ പറയാണ്, ഭഗവാനെ, ശ്രീകൃഷ്ണന്റെ ഇപ്പോഴത്തെ രൂപമോ ഏതെങ്കിലും അതീന്ദ്രിയ വിസ്തരണ രൂപമോ എല്ലാ ലോകങ്ങൾക്കും ഒരുപോലെ ശുഭകരമാണ്. ഭഗവാന്റെ എല്ലാ രൂപങ്ങളും ശുഭകരമാണ്, ശാശ്വതമാണ് രൂപം. അങ്ങേ ഒരു ഘടകങ്ങളും, അതായത് ഈ ഭൗതിക ലോകത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവന് കൊടുത്ത ഒരു ഭൗതിക ഘടകങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട, അങ്ങയിൽ നിന്ന് നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ശരീരവും ഞാൻ അങ്ങേക്കായി ആ ശരീരം കൊണ്ട് ഞാൻ അങ്ങേക്കായി സാദരം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഈ ശാശ്വത മഹത്വത്തിന്റെയും ജ്ഞാനത്തിന്റെയും അങ്ങയുടെ ഇപ്പോഴത്തെ രൂപത്തിന് ഉപരിയായി ഒരു രൂപവും ഞാൻ ദർശിച്ചിട്ടുള്ളതാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ആന്തരിക ശക്തികളുടെ അധപ്പതനമോ ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഒന്നും ഭൗതിക ലോകത്തിലെ ഒരു കാര്യങ്ങളും ഭഗവാനെ ബാധിക്കുന്നില്ല. ഒരു പദാർത്ഥങ്ങളും ഭഗവാനെ സ്പർശിക്കുന്നില്ല. അങ്ങനെ സ്പർശിക്കപ്പെടാത്ത അങ്ങേക്ക് കീഴടങ്ങുന്നു ഞാൻ എന്നാണ് ഭഗവാൻ. എൻ്റെ ഈ ഭൗതിക ശരീരം, അതായത് ബ്രഹ്മദേവൻ പറയാണ്, എൻ്റെ ഭൗതിക ശരീരങ്ങളും ഇന്ദ്രിയങ്ങളും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. അതിൽ ഞാൻ അങ്ങ് തന്ന ഈ ശരീരത്തിലും ഭൗതിക ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിലും ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന്
ഭഗവാനോട് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഇതിലെ ഭാവാർത്ഥത്തില് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്ന അതായത് ഭഗവത്ഗീതയില് പറഞ്ഞിട്ടുണ്ട്, ഭക്ത്യാ മാം വിജാനന്തി യാവാനച്ചാസ്മി തത്വതഃ. പരമദിവ്യത്വം പുരുഷനായ ഭഗവാനെ ഭാഗികമായി മാത്രമേ നമുക്ക് ഒരു അറിയാൻ കഴിയുകയുള്ളൂ, മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ അത് നമുക്ക് നോക്കിക്കാണാനൊന്നും പറ്റില്ല, ജ്ഞാനം കൊണ്ട് നേടാൻ പറ്റില്ല. ഭക്തിയുത സേവനത്തിലൂടെയും ഒരു ഭക്തനിലൂടെ മാത്രമേ, ഒരു ഭഗവാനെ അറിയുന്ന ഒരു ഭക്തനിലൂടെ മാത്രമേ ഭഗവാൻ ആരെന്നും എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഭഗവാനെ ബ്രഹ്മദേവൻ ഗോവിന്ദനാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്വൈനും അപ്രമാദിത്യനും അച്യുതനുമായ ഭഗവാനെ എല്ലാവിധ സാഷ്ടാംഗ പ്രണാമങ്ങളും അർപ്പിക്കുകയാണ് ബ്രഹ്മദേവൻ. മൂന്നാമത്തെ ശ്ലോകത്തില് ബ്രഹ്മജ്യോതിയെ ആശ്രയിക്കുന്നവരുണ്ട്. ബ്രഹ്മജ്യോതി എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു അവ്യക്തിഗത രൂപം മാത്രമാണ്. അവ്യക്തിഗത രൂപം നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആ അവ്യക്തിഗത രൂപത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വരുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴും, മനസ്സിലേക്ക് എപ്പോഴും വരുന്നത് വ്യക്തിഗതമായ ഒരു രൂപമാണ്. അതുകൊണ്ട് ഭഗവാന് വ്യക്തിഗത രൂപമില്ലെന്ന് ചില മടയന്മാർ പറയാറുണ്ട്, ഊഹാപോഹക്കാർ പറയാറുണ്ട്. അത് തെറ്റാണ്. ഭഗവാൻ വ്യക്തിഗതനാണ്. ഭഗവാനെ കാണാൻ പറ്റുന്നു. ഭഗവാനെ ഒരു ഭക്തന് ധ്യാനിക്കുമ്പോൾ ദർശിക്കുന്നത് ബ്രഹ്മജ്യോതിയല്ല, പകരം ഭഗവാന്റെ വ്യക്തിഗതമായ രൂപമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഭക്തനായി തന്നെ മാറണം. ഒരു ധ്യാനയോഗിയോ ജ്ഞാനയോഗിയോ ആവേണ്ട ആവശ്യമില്ലെന്നാണ് ഇതിലൂടെ നമുക്ക് ബ്രഹ്മദേവൻ സൂചിപ്പിക്കുന്നത്. പിന്നീട് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭഗവാനെ ചിലവര് പറയും ഭഗവാൻ ഇങ്ങനെ പറയുന്നത് ചില ആൾക്കാർ പറയാറുണ്ട് ഭഗവാൻ വ്യക്തിഗത രൂപമല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നുമില്ല എന്ന്, ഭഗവാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും. പക്ഷെ അവർക്കെല്ലാം എപ്പോഴും നരകത്തിലേക്ക് പോയി വീണ്ടും വീണ്ടും ജീവിതം ഇങ്ങനെ ഭൗതിക ലോകത്തിൽ കിടന്ന് ഉഴന്നിട്ട് വീണ്ടും ഓരോ ജീവജാലങ്ങളായി ജീവിച്ച് വീണ്ടും നരകത്തിലേക്ക് തന്നെ പോകാനാണ് അവരുടെ ഒരു ഗതി. അതുകൊണ്ട് നമ്മളെല്ലാവരും എപ്പോഴും ഭഗവാനെ വ്യക്തിഗത രൂപമായി സേവിക്കണം. ആ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ അറിയാനും ഭഗവാനിൽ നിന്ന് എല്ലാം കിട്ടാനും പറ്റൂ. കാരണം ഒരു ഭക്തനും ഉണ്ട് ഉള്ളില് ഭൗതിക താല്പര്യങ്ങളില്ല, എങ്കിൽ പോലും ആ ഭക്തന് ഒരു ജ്ഞാനയോഗിയെക്കാളും മുകളിലാണെന്നാണ് ബ്രഹ്മദേവൻ ഇതിനകത്ത് നാലാമത്തെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. അപ്പൊ ആ മഹത്വം അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കുന്നതാണ് ഈ കുറച്ച് 3-4-5 ശ്ലോകം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ഈ ശ്ലോകത്തിൽ ഭഗവാനെ കുറിച്ച് ബ്രഹ്മദേവൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതാണ് പറയുന്നത്. അതിന് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 55-ാമത്തെ ശ്ലോകമാണ് ഇവിടെ ഉപമയായിട്ട് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ ഭക്ത്യാമാം അഭിജാനാതി എന്ന് പറയുന്നു. അതെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയാൻ ഒരു ഭക്തന് മാത്രമേ സാധിക്കൂ. ഭക്തിയില്ലാത്തവർക്ക് ഒരിക്കലും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന് വളരെയധികം അനവധി രൂപവിസ്തരണങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാൻ ഒരു സാധാരണ വ്യക്തിക്ക് സാധിക്കത്തില്ല. അങ്ങനെ ഭഗവാനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഒരു പരമഭക്തനെ സമീപിക്കണം. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ഒരു ഭഗവത്ഗീതയിലെ ശ്ലോകത്തിൽ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് വീണ്ടും ബ്രഹ്മസംഹിതയിലെ ഒരു ശ്ലോകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവ് ഭഗവാനെ കീർത്തിക്കുന്ന ആ ശ്ലോകമാണ് പറയുന്നത്. അത് ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഭഗവാൻ ഗോവിന്ദൻ അദ്വൈതനാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും ക്ഷയിക്കാത്തവനാണ്. അദ്ദേഹത്തിന് ആദിയില്ലാത്തവനാണ്. അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത്. അതുപോലെ അനന്തരൂപം, അനന്തമായ രൂപവിസ്തരണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ ആദിപുരാണ പുരുഷനാണെന്ന് പറയുന്നു. ആദിപുരാണ പുരുഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആദിപുരുഷൻ, ഭൗതിക ലോകത്തിലെ ആദിപുരുഷൻ എന്ന് പറയുന്നത് ബ്രഹ്മദേവനാണ്. എന്നാൽ ആ ബ്രഹ്മദേവന്റെ പോലും പിതാമഹനാണ് ഭഗവാൻ എന്ന് പറയുന്നത്.
അപ്പൊ അദ്ദേഹത്തിന് പ്രപിതാമഹൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എന്നും നിത്യ യൗവനത്തോടുകൂടി യുവാവായി തന്നെ എന്നും നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അറിയാൻ ഒരിക്കലും വേദങ്ങളിൽ കൂടി അറിയാനോ ശാസ്ത്രങ്ങളിൽ കൂടി അറിയാനോ അല്ല ഒരു പിന്നെ സർവകലാശാല ബിരുദത്തിൽ കൂടി ഒന്നും ഭഗവാനെ അറിയാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ ആത്മഭക്തിയിൽ കൂടി മാത്രമേ സാധിക്കത്തുള്ളൂ. പൂർണ്ണമായ ഭക്തിയിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കത്തുള്ളൂ എന്നാണ് ഈ ഒരു ഭഗവാനെ ഗോവിന്ദ അങ്ങേ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം ഭഗവാനെ പ്രണമിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അതിനകത്തും പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ അനേകം വിസ്തരണങ്ങളുണ്ട്. അനേകം വിസ്തരണങ്ങളും അതിൽ അനേകം രൂപങ്ങളും ഉണ്ട്. ആ രൂപങ്ങളിൽ എല്ലാവരും ഈ രൂപങ്ങൾ ഉണ്ടെന്ന് ഭഗവാന് രൂപങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവിടെ രണ്ട് തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് പറയുന്നു, വ്യക്തിവാദികളും നിർവ്യക്തിവാദികളും. ഈ വ്യക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ എത്തിപ്പെടണമെന്നും അങ്ങനെ ഭഗവാനെ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് വ്യക്തിവാദികൾ എന്ന് പറയുന്നത്. നിർവ്യക്തിവാദികൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭഗവാന് രൂപമില്ലെന്നും അങ്ങനെയുള്ള രൂപം ഉള്ളവരെ അങ്ങനെ വിശ്വസിക്കുന്നവർ അവർ വെറുതെയാണ് പറയുന്നതെന്നും അങ്ങനെ ഭഗവാനെ ഒരിക്കലും രൂപം ഒരു വ്യക്തിയായിട്ട് സങ്കല്പിക്കാത്ത ഒരു കൂട്ടരാണ് നിർവ്യക്തിവാദികൾ എന്ന് പറയുന്നത്. ഇങ്ങനെ നിർവ്യക്തിവാദികളെ ഇവിടെ പറയുന്നത് അവർക്ക് ഒരിക്കലും ഭഗവാനിൽ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. അവർ എന്നും നരകത്തിലേക്കുള്ള പാതയിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കലും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കത്തില്ല. ഈ രണ്ട് ഈ നിർവ്യക്തിവാദികൾ എന്ന് പറയുന്നവർക്ക് എന്നാണ് പറയുന്നത്. ഇതിലും ഭഗവാനെ ബ്രഹ്മദേവൻ ഭഗവാനെ പുകഴ്ത്തുന്ന ഒരു ശ്ലോകം ബ്രഹ്മസംഗീതയിൽ കൊടുത്തിട്ടുണ്ട്. ദീപാചര്യ വഹി എന്ന് പറയുന്ന ഒരു ശ്ലോകം കൊടുത്തിട്ടുണ്ട്. ആ ശ്ലോകത്തിൽ എന്ന് പറയുന്നത് ഭഗവാന് അനേകം വിസ്തരണങ്ങളും രൂപങ്ങളും ഉണ്ട്. എന്നാലും ഭഗവാൻ എന്നും ഭഗവാനായിട്ട് നിലനിൽക്കുന്നു. ഭഗവാൻ എന്നും ആ ശ്യാമസുന്ദരമായ രൂപത്തിൽ തന്നെ നിൽക്കുന്നു. ഭഗവാനിൽ നിന്ന് എത്ര രൂപവിസ്തരണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ ഭഗവാനായിട്ട് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വിളക്കിൽ നിന്നും പിന്നെ അനേകം ദീപങ്ങൾ നമ്മൾ കത്തിച്ചാലും ആ ദീപത്തിനെല്ലാം ഒരേ പ്രകാശം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ആദ്യത്തെ വിളക്ക് അതേപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ് ഭഗവാന് എത്രമാത്രം വിസ്തരണങ്ങൾ ഉണ്ടായാലും രൂപവിസ്തരണങ്ങൾ ഉണ്ടായാലും ഭഗവാൻ ഭഗവാനായിട്ട് നിലകൊള്ളുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അദ്ദേഹം എന്നും യുവകോമളനായി അല്ല നിത്യ യൗവനത്തോടുകൂടി എന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ഹരേ കൃഷ്ണ പ്രഭുജി.